ഒരാൾക്ക് ഒരു ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അയാൾ ആ പെൺകുട്ടിയെ വിവാഹാഭ്യർത്ഥന നടത്തുന്നത് എന്തല്ല, ഒരിക്കലും തെറ്റല്ല. തെറ്റാണെന്ന് ഞാൻ പറയുകയല്ല, ഒരിക്കലും തെറ്റല്ല. പ്രണയാഭ്യർത്ഥനയുണ്ട്, വിവാഹാഭ്യർത്ഥനയുണ്ട്. പ്രണയാഭ്യർത്ഥന വേറെ, വിവാഹാഭ്യർത്ഥന വേറെ. രണ്ടും രണ്ടാണ്. പ്രണയാഭ്യർത്ഥനയും വിവാഹാഭ്യർത്ഥനയും രണ്ടാണ്. 2 ആർ ഡിഫറൻറ്റ്. അപ്പോൾ ഒരാളുടെ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു, ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത് എന്തല്ല, ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല, തെറ്റല്ല. പക്ഷേ പെൺകുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അതൊക്കെ ആ പെൺകുട്ടിയുടെ ഇഷ്ടം പോലെ ഇരിക്കും. ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ പെൺകുട്ടി റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ വിവാഹാഭ്യർത്ഥന റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ആ ടോപ്പിക്ക് അവിടെ ക്ലോസ് ചെയ്യുക, ആ ടോപ്പിക്ക് അവിടെ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ലെന്നാണ്. അപ്പോൾ പെൺകുട്ടി അങ്ങനെ പറയുന്ന സമയത്ത് ഒരു സോറി, ഈ പ്രപ്പോസ് ചെയ്ത് വിവാഹാഭ്യർത്ഥന നടത്തിയ ആൾ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത ആൾ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രപ്പോസ് ചെയ്ത ആളുടെ മാറ്റ് വർദ്ധിപ്പിക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മറ്റു കാര്യമുണ്ട്. പെൺകുട്ടികളുടെ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ, വിവാഹാഭ്യർത്ഥന നടത്തുന്ന ഒരാളിനെ ജീവിതത്തിൽ വിവാഹാഭ്യർത്ഥന അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത ഒരാളിനെ പെൺകുട്ടി ജീവിതത്തിൽ മറക്കില്ലെന്നാണ്. അത് ഒരു പെൺകുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്. പെൺകുട്ടികൾ ഒരിക്കലും മറക്കില്ല. ഒരാൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല, പെൺകുട്ടി മറന്നു പോകുന്നത്. ഈ പ്രപ്പോസ് ചെയ്ത ആൾ ചിലപ്പോൾ അത് മറന്നു പോയാൽ തന്നെയും പെൺകുട്ടികൾ അത് മറന്നു പോകില്ല. അത് പ്രത്യേക മനഃശാസ്ത്രമാണ്. അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുക, അതൊക്കെ അവരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അതിലൊന്നും